ഹായ് ഗെയ്സ്, എല്ലാവർക്കും രുചി സ്പോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അയല ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ ഉള്ളി, മല്ലിയില, കറിവേപ്പില, ഇത്രയും ആണ് നമുക്കിതിനാവശ്യമുള്ളത്. അത് നല്ലപോലെ നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് ജ്യൂസി ആക്കി എടുക്കാം. ശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മതിയാവും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. മുളക് പൊടിയോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. ശേഷം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളതൊന്ന് മിക്സ് ചെയ്യാം. ദെൻ നമ്മൾ ജ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. അത് നല്ലപോലെ ഇതിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറി വരുന്ന സമയത്താണ് നമ്മൾ അയല ആഡ് ചെയ്യുന്നത്. 2 മിനിറ്റ് അത് ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ശേഷം നമുക്ക് അയല ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അയലയുടെ മുകൾ ഭാഗത്തൊക്കെ ഈ മസാല ഒന്ന് നല്ലപോലെ പിടിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ ഇതിന് മുകളിലൊക്കെ ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കാം. ശേഷം നമുക്കിത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. 5 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മളിത് ഒന്ന് മറച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. അപ്പോഴേക്കേ ഇത് നല്ലപോലെ ഫ്രൈ ആയി വരികയുള്ളൂ. 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഇത് റെഡിയായി വന്നിരിക്കുകയാണ്. എങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 5 മിനിറ്റ് കൂടെ നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം ഇത് ഓക്കെ ആയിരിക്കുകയാണ്. അയല ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊരാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ.